പിന്നെ ഇദ്ദേഹം പറഞ്ഞു ലൈഫ് ഭവന പദ്ധതി. ഈ കള്ളത്തരം ഇങ്ങനെ വന്നിരുന്നു പറയല്ലേ. എല്ലാ ചർച്ചകളും ചർച്ചകളുടെ മേജർ ഭാഗം ഇവരുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി പറയേണ്ടി വരികയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം പറയാൻ സമയം കിട്ടുന്നില്ല. ഈ 5000 വീട് ഇവരുടെ മന്ത്രിമാർ കൊടുത്താൽ ഇതുണ്ടല്ലോ 4 ലക്ഷത്തിനടുത്ത് വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 5 വർഷം കൊണ്ട് പണിത് തീർത്തു ഇവരുടെ മന്ത്രിമാർ കൊടുത്ത നിയമസഭാ ഉത്തരങ്ങളില്ലേ. അവിടെയാണ് 4 ലക്ഷം 10 വർഷം കൊണ്ട് പണിതു എന്ന് പറഞ്ഞ് പിണറായി മിടുക്കനാന്ന് പറയുന്നത്. ഈ വ്യാജ പ്രചരണങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ കർണാടകയിലെ ഞങ്ങളുടെ മന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്ക് കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മികച്ചാണെന്ന് പറഞ്ഞു. ഈ കേരളം എന്ന് പറഞ്ഞാൽ പിണറായി ആണെന്ന് സംഘപരിവാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു പോയിരിക്കുകയാണോ? നരേന്ദ്രമോദിയാണ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ പിണറായിയാണ് കേരളം എന്ന് ചിന്തിച്ചു പോയോ? കേരളത്തിന് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് മുതൽ വിദ്യാഭ്യാസവും ആരോഗ്യരംഗത്തും കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു തുടർച്ചയുണ്ട്. അയ്യപ്പദാസ്, കേരളം ആർജിച്ച നേട്ടമാണത്. പിണറായി വിജയൻ ആർജിച്ച നേട്ടം എന്താ? കഴിഞ്ഞ ദിവസം വിളപ്പിൽ ശാലയെ കണ്ടു. ഒരു പാവപ്പെട്ട മനുഷ്യന് 1.5 മിനിറ്റ് 2 മിനിറ്റോളം ശ്വാസം കിട്ടാതെ പരവേശം പ്രാണവായു പോകുന്ന ചിത്രം നമ്മൾ കണ്ടതല്ലേ? പിണറായി വിജയൻ അവകാശപ്പെട്ട നേട്ടമാണ്. കോഴിക്കോട് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ച് തുന്നിയിട്ട് അവസാനം അതിന് സമരം ഇരിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടില്ലേ? അത് പിണറായി വിജയന്റെ നേട്ടമാണ്. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു, അനാസ്ഥ കൊണ്ട് ഒരു സ്ത്രീ മരിക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? പിണറായി വിജയന്റെ നേട്ടമാണ്. മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ് കൊടുത്ത കമ്പനി അത് തിരിച്ചെടുത്തോണ്ട് പോകാൻ പോകുന്നു. അത് കേരളത്തിന്റെ നേട്ടമാണോ? അല്ല, പിണറായി വിജയന്റെ നേട്ടമാണ്. മനസ്സിലായില്ലേ? പിന്നെ രോഗികൾ മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയക്ക് പഞ്ഞിയും നൂലും സൂചിയും മേടിച്ചുകൊണ്ട് വേണ്ട ഗതികേട് പിണറായി വിജയന്റെ നേട്ടമാണ്. കേരളത്തിന്റെ നേട്ടം അതല്ല. ഈ സംസ്ഥാനത്ത് 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. 14 ജില്ലയിലും. ആ 14 ജില്ലകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചിരുന്നെങ്കിൽ അയ്യപ്പദാസ് ഇപ്പൊ പറഞ്ഞ ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്നില്ലേ, അവർക്ക് ഈ പറയുന്ന പോലെ ശ്വാസം പിടിച്ച് ഇതിനു വേണ്ടിയിട്ട് 1.5 മിനിറ്റ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അയ്യപ്പദാസ് ഒരു സ്റ്റോറി ചെയ്യൂ. കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾക്ക് കീഴിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ആ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർന്ന് തരിപ്പണമാവുക. കാരണം അറിയോ? ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നില്ല, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നില്ല. ഞാൻ വന്നാൽ നിങ്ങൾക്ക് സ്റ്റോറി ചെയ്യാനുള്ള ഞാൻ കൊണ്ടത് കാണിച്ചു തരാം. അതാണ് അവസ്ഥ. വിദ്യാഭ്യാസ മേഖല എന്താ? വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. 2023 2024 കാലഘട്ടത്തിൽ 2024 വരെ കാലഘട്ടത്തിൽ 50,000 കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് കൊഴിഞ്ഞുപോയി. ഈ കഴിഞ്ഞ അധ്യയന വർഷം 72,381 കുട്ടികൾ കുറവാണ്. ഇതൊക്കെയാണ് ഇവരുടെ നേട്ടം. ചെമ്പൂക്കാവ് സ്കൂൾ തകർന്നു വീണതൊക്കെയാണ് ഇവരുടെ നേട്ടം. അയ്യപ്പദാസ്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജുകൾക്ക് മുഴുവൻ അത് ഒറ്റ ദിവസം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതിന് മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം ഉൾപ്പെടെ മേടിച്ചുകൊണ്ടാണ് പോയത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടത്തേണ്ടത് പിന്നീട് വന്ന ഗവൺമെന്റുകളായിരുന്നു, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഗവൺമെന്റുകളായിരുന്നു. ആ ഗവൺമെന്റ്, ഞാൻ ചോദിക്കട്ടെ, വയനാട് മെഡിക്കൽ കോളേജ് സ്ഥലം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷം നടക്കുന്നിടത്ത് കൃത്യമായ ചികിത്സ കിട്ടാതെ മനുഷ്യർ മരിച്ചു വീഴുന്ന സ്ഥലമാണ്. അവിടെ പോലും ആരോഗ്യരംഗത്ത് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോട് മറുപടി പറയട്ടെ. BJP-യുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്തോ ചെയ്തു. സജീഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 51 സീറ്റ്. BJP-ക്ക് 34 സീറ്റ്. ഇപ്പൊ എത്രയാ? BJP-ക്ക് 51 സീറ്റ്, നിങ്ങൾ 29 സീറ്റ്. ഞങ്ങൾക്ക് 10 സീറ്റ് ഉണ്ടായത് ഞങ്ങൾ 20 സീറ്റാക്കി. രണ്ടാമത്തെ മണ്ഡലം നഗരസഭ തൃപ്പൂണിത്തുറ BJP വന്നത് എത്രയാ സീറ്റ്? 21 സീറ്റ് BJP, നിങ്ങൾ 20 സീറ്റ്, ഞങ്ങള് 12 സീറ്റ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 8 ഉണ്ടായിരുന്നു 12 ആക്കി. BJP 17 ഉണ്ടായത് 21 ആക്കി. നിങ്ങൾ എത്ര സീറ്റ് കളഞ്ഞു? BJP ജയിപ്പിച്ചെടുത്ത് മുഴുവൻ നിങ്ങളല്ലേ പരാജയപ്പെട്ടു പോയത്? നിങ്ങൾ തകർന്നു, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ കേരളത്തിലെ മതേതരത്വത്തെ മുഴുവൻ തകർക്കുന്ന BJP-യെ സഹായിക്കുന്ന നിലപാടിരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവനുള്ള ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDF വളരെ കുറവാണ്. സജീഷ് പറഞ്ഞ കള്ളത്തരം പൊളിക്കണമെങ്കിൽ തന്നെ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഭവനത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു മറുപടിയാണ്. അദ്ദേഹത്തിന് AK ബാലന്റെയും അതുപോലെ തന്നെ KT ജലീലിന്റെ ഒക്കെ മറുപടിയേക്കാൾ വിശ്വാസം ഉമ്മൻചാണ്ടിയാണെന്നുള്ളത് കൊള്ളുന്നല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. spb.kerala.gov.in ഈ സർക്കാരിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്ന റിപ്പോർട്ട് കിടപ്പുണ്ട്. ആ റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഞാനിപ്പോ നിങ്ങൾക്ക് അയച്ചു തരാം. മനസ്സിലായില്ലേ? കള്ളം ഇങ്ങനെ പറയരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്, the total number of houses
ഇന്ന് നോക്കൂ, ഇത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ. 4,29,214 വീട് 2011 മുതൽ 2016 വരെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിത വീട് ഇവരുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഇപ്പൊ കിടക്കുന്നതാണ്. വേണമെങ്കിൽ ആ ഇതിന്റെ പേജ് നമ്പർ കൂടി ഞാനിപ്പോ പറഞ്ഞു തരാൻ വേണമെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരാം. ഞാൻ സ്ക്രീൻഷോട്ടിൽ പേജ് നമ്പർ ഇല്ല, ഇതാണ് ഫിഗർ 4,29,214. അത്രയും കുഴപ്പമുണ്ട്. കള്ളത്ര ഇങ്ങനെ പറയാവോ? ഇനി ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലൈഫിന് നിങ്ങൾ നീക്കിവെച്ച തുക എത്രയാ? ആ തുകയിൽ എത്ര കോടി സ്പെൻഡ്? 20% ആ കൂടി വീടുകൾക്ക് വേണ്ടിയുള്ള പണം ചെലവാക്കിയത് 20%. എന്നിട്ടാണ് ഇവിടെ നിന്ന് ഈ പറയുന്ന വർത്താനം പറയുന്നത്. ശരി, ഈ സർക്കാരിന്റെ ഭവന പദ്ധതിയെ അട്ടിമറിച്ച 10 വർഷമാണ് കടന്നുപോയത്. ഉമ്മൻചാണ്ടി 5 വർഷം പണിതെടുത്ത് പിണറായി വിജയന് 10 വർഷം കൊണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു മിനിറ്റ്, 2008 അരമണിക്കൂർ വെച്ച് പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ? AK ബാലന്റെ പ്രസ്താവന, അല്ലല്ല ഒരു മിനിറ്റ് അങ്ങനെ പോലെ അരമണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ? 2010 പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ? 2011 ആര്യാടൻ മുഹമ്മദ് വന്നതിന് ശേഷം പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വന്നു. ആ പവർ കട്ട് മറികടക്കാൻ വേണ്ടി 4 രൂപ 29 പൈസക്ക് കരാറാണ് ഇവര് റദ്ദാക്കിയിട്ട് അദാനിയിൽ നിന്ന് 14% രൂപയ്ക്ക് മേടിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതൊരു ഭരണഘടനാ ബാധ്യത ഈ സർക്കാർ നിറവേറ്റി എന്ന് മാത്രം കരുതിയാൽ മതി. അത് മാത്രമല്ല, ഈ ബജറ്റിന്റെ ഉള്ളറകളിലൂടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ സ്വന്തം സർക്കാരിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമായിട്ട് കൂടി ഈ ബജറ്റിനെ കാണാൻ പറ്റും. ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പായിട്ട് നടത്തിയാണല്ലോ. ജനം അത് വിശ്വസിച്ചില്ല. കാരണം 5 വർഷത്തിന് മുമ്പ് പെൻഷൻ 2,500 രൂപയാക്കാമെന്നും മറ്റു മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തും അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് 4 വർഷം അവരെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ചതിന് ശേഷം 6 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയപ്പോ ജനത്തിനത് അതിന്റെ രാഷ്ട്രീയ തട്ടിപ്പ് എന്താണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ജനം ആ തട്ടിപ്പിൽ വീണില്ല. അതേ അവസ്ഥ തന്നെയാണ് ഈ ബജറ്റിലും ഉണ്ടാകാൻ പോകുന്നത്. ഈ ബജറ്റിനെ സംബന്ധിച്ചോളം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഈ സർക്കാർ ഇനിയില്ല. പിണറായി 3.0 എന്നല്ല, പിണറായി 3 പ്രാവശ്യം അയ്യോ 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 എന്ന് പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവർ 3.0 എന്നൊക്കെ ഇപ്പൊ കുറെ നാളായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം. ഇന്നിപ്പോ ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അയ്യോ എന്ന് പറയേണ്ട ഒരു ബജറ്റാണ്, തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കർണാടകയിൽ അധികാരത്തിൽ വന്നു, തെലങ്കാനയിൽ അധികാരത്തിൽ വന്നു. അയ്യപ്പദാസിന് ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ മഹാലക്ഷ്മി സ്കീം ഉൾപ്പെടെ സ്ത്രീകൾക്കുൾപ്പെടെ പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്ന രേവന്ത് റെഡ്ഡിയുടെയും സിദ്ധരാമയുടെയും ഗവൺമെന്റ് ആദ്യത്തെ മന്ത്രിസഭയിൽ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങേക്ക് ഓർമ്മയില്ലേ? രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് 5 ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടപ്പാക്കിയതിനെ സംബന്ധിച്ച് ട്വീറ്റ് ചെയ്തത് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണല്ലോ. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ജനങ്ങളോട് വിശ്വാസ്യതയുള്ള, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, തങ്ങളുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഫോർമേഷനും ചെയ്യുന്നത് അതാണ്. അത് ജനങ്ങളോട് പ്രഖ്യാപിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോട്ടെ, ആദ്യത്തെ മാസത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും നടപ്പാക്കണം. അതൊന്നും ഇല്ലാണ്ട് 4.5 വർഷം കഴിഞ്ഞ് നടപ്പാക്കിയപ്പോ ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇനിയും 5 വർഷം കൂടി ഞങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമമാണ്. ഞങ്ങൾ ആ വഞ്ചനയിൽ വീഴുന്നില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ ഞങ്ങളെക്കാളൊക്കെ 5 ഇരട്ടി എന്താ പറയാ ഈ കാഡർ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് തകർന്നടിഞ്ഞു പോകേണ്ടി വന്നത്. ഇല്ല അയ്യപ്പദാസ്, ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലെ ജനങ്ങൾ വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ളവരാണ്. കേരളത്തിൽ ഏത് ഫ്രീബീസിനെക്കാളും ഏത് ഇതിനേക്കാളും അവരുടെ അസ്തിത്വവും കേരളത്തിന്റെ മതേതര സ്വഭാവവും നിലനിർത്തുക എന്നുള്ളത് അവർ മുണ്ടു മുറുക്കി കൊടുത്ത് അവർ പട്ടിണി കിടന്ന് അവരത് സംരക്ഷിക്കും. കേരളത്തിന്റെ അസ്തിത്വവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ ഗവൺമെന്റ് സോഷ്യലിസത്തിനും മതേതരത്വത്തിനും എല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു ചിത്തശക്തിയാണ്. കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എല്ലാം UDF പിന്തുണച്ച. കാരണം എന്താ? ഈ നാടിന് ഏറ്റവും വലിയ ഒരു ശാപമാണ്, ഈ നാടിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഗവൺമെന്റിന് അവർക്ക് ബോധ്യമുണ്ട്. അതൊന്നും ഏതെങ്കിലും ഫ്രീബീസ് കാണിച്ച് 10 രൂപ കൂട്ടിക്കാണിച്ച് 1000 രൂപ കൂട്ടിക്കാണിച്ച് അവരുടെ രാഷ്ട്രീയ ബോധ്യത്തെ വിലക്കെടുക്കാം എന്ന് പിണറായി വിജയൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ